ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ചാനൽ. എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. എല്ലാവരും ഹാപ്പി ആയിട്ടും സേഫ് ആയിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എഗ്ഗ് വെച്ചിട്ടുള്ള നല്ലൊരു ഹോം റെമഡിയാണ് കേട്ടോ. ഇത് നമ്മുടെ ഒരു ഫേസ് മാസ്ക് എന്ന് തന്നെ പറയാം. നമ്മളതിന് വേണ്ടിയിട്ട് എഗ് വൈറ്റ് എടുത്തു, കോഫി പൗഡറാണ് ആഡ് ചെയ്തിരിക്കുന്നത്, വൈറ്റമിൻ ഇ ഓയിൽ ആഡ് ചെയ്തു. നല്ല ഒരു മാസ്കാണ് കേട്ടോ. നമ്മൾ ഷീറ്റ് മാസ്ക് ഒക്കെ ഉപയോഗിക്കുന്നത് പോലെ ഇത് ഉപയോഗിക്കാൻ നല്ല എഫക്റ്റീവാണിതെന്ന് പറയുന്നത്. ഒറ്റ യൂസ് തന്നെ നല്ല റിസൾട്ട് നമുക്ക് കാണാൻ പറ്റും. ഇത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യണേ. നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. ഇത് നമുക്ക് ആഴ്ചയിൽ 2 പ്രാവശ്യമൊക്കെ 2 to 3 വീക്സ് ഒക്കെ ചെയ്യാം. 2 to 3 ടൈംസ് ഒക്കെ നമുക്കിത് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ വൈറ്റമിൻ ഇ ഓയിലും ആഡ് ചെയ്യുന്നുണ്ട്. നല്ലൊരു സംഭവമാണ്. നമ്മളിത് എന്നിട്ട് ഫേസിൽ ആദ്യം അപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ബ്രഷ് ഇട്ടോ അല്ലെങ്കിൽ കൈ കൊണ്ടായിരുന്നാലും കുഴപ്പമില്ല കേട്ടോ. നമുക്കിങ്ങനെ അപ്ലൈ ചെയ്യാം. ശേഷം നമുക്ക് ഒരു ടിഷ്യൂ പേപ്പർ എടുത്തിട്ട് കട്ട് ചെയ്തിട്ട് നമ്മുടെ ഫേസിൽ വയ്ക്കുകയാണ് ചെയ്യുന്നത്. അതിന് ശേഷം നമ്മൾ വീണ്ടും ഫേസിൽ വീണ്ടും ഈ മാസ്ക് തന്നെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നല്ലൊരു മാസ്കാണ്. നമ്മളൊരു 30 മിനിറ്റ്സൊക്കെ വെയിറ്റ് ചെയ്യുമ്പോൾ തന്നെ ഇത് നല്ല ഡ്രൈ ആവും. 30 മിനിറ്റ്സ് ഡ്രൈ ആയതിന് ശേഷം നമുക്ക് ഇത് ഡ്രൈ ആയില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചും കൂടി നേരം ഇരുന്നിട്ട് നല്ല ഡ്രൈ ആയതിന് ശേഷം നമ്മൾ പതുക്കെ പീൽ ഓഫ് ചെയ്യാണ് ചെയ്യണം കേട്ടോ. നല്ലൊരു മാസ്കാണ്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ട്രൈ ചെയ്ത് നോക്കിയാലേ നമുക്കിതിൻ്റെ റിസൾട്ട് അറിയാൻ പറ്റുള്ളൂ കേട്ടോ. ഞാനിത് ഫേസിലെല്ലാം നന്നായിട്ട് അപ്ലൈ ചെയ്യുന്നുണ്ട്. എന്നിട്ടാണിത് വെക്കുന്നത് കേട്ടോ. എഗ്ഗ് എന്ന് പറയുന്നത് നമുക്കൊരു നാച്ചുറൽ ഒരു സംഭവമാണ്. നമ്മുടെ ഫേസിനാണെങ്കിലും സ്കാൽപ്പിനാണെങ്കിലും നല്ലൊരു സംഭവം തന്നെയാണ് എഗ്ഗ് എന്ന് പറയുന്നത്. ഞാനിത് ഫേസിലെല്ലാ ഭാഗത്തും നന്നായിട്ട് അപ്ലൈ ചെയ്യുന്നുണ്ട്. കോഫിയും വൈറ്റമിൻ ഇ ഓയിലുമാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് വെളുക്കും അങ്ങനെയൊന്നും അല്ല. പക്ഷേ നമ്മുടെ ഒരു ടാനൊക്കെ മാറാനും നമ്മുടെ ഫേസിലൊരു ഗ്ലോ വരാനും നന്നായിട്ട് ഫേസിലെ ഒരു ഷൈനിങ് എല്ലാം കിട്ടും കേട്ടോ. അങ്ങനെയാണ്. അതായത് ഇതെല്ലാം നമ്മുടെ ഈ മാസ്ക് എല്ലാം ഇട്ട് നമ്മുടെ ഒരു കളറില്ലേ അത് തന്നെയായിരിക്കും. പക്ഷേ നമ്മുടെ ടാൻ മാറാൻ ഹെൽപ്പ് ചെയ്യും. ചില ആൾക്കാർ പണ്ട് വെയിലെല്ലാം കൊണ്ടിട്ട് അവരൊന്നും കെയർ ചെയ്യാതിരുന്നാൽ നമ്മുടെ ഫേസ് വീണ്ടും നല്ല ഒരു ഇരുണ്ട ഒരു കളറിലോട്ട് മാറും. പക്ഷേ നമ്മൾ ഫേസിനെ ഒന്ന് ടാനൊക്കെ, ഞാൻ പണ്ട് അങ്ങനെയായിരുന്നു. സ്കൂളിൽ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഒന്നും കെയർ ചെയ്യാതിരുന്നിട്ട് ഫേസ് നന്നായിട്ട് ടാൻ അടിച്ചു നല്ല ഒരു ബ്ലാക്ക് കളറിലോട്ട് മാറി കേട്ടോ. പിന്നീട് നമ്മൾ എപ്പോഴാണോ നമ്മളെ ഫേസൊക്കെ നമ്മളൊന്ന് നോക്കി തുടങ്ങിയത്, സ്കിന്നൊക്കെ ഒന്ന് നോക്കി തുടങ്ങിയത്, അപ്പോഴാണ് ആ ടാൻ മാറി നമ്മുടെ യഥാർത്ഥ കളറിലോട്ട് നമ്മൾ വരുന്നത്. അതെല്ലാവരും അങ്ങനെ തന്നെയാണ്. ഇപ്പം ഹെയറിൻ്റെ കാര്യം എടുത്താൽ പോലും നമ്മളിതൊക്കെ ചെയ്യുമ്പം ഭയങ്കരമായിട്ട് തഴച്ച് മുടി വളരും അങ്ങനെയൊന്നും അല്ല. നമ്മുടെ ഹെയർ നമ്മൾ ട്രീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ വീട്ടിലെ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടെ ഹെയറിലെ മുടി കൊഴിച്ചിൽ മാറാനും നല്ലതായിട്ട് മുടി പൊടിക്കാനൊക്കെ പൊടിച്ച് കുഞ്ഞു ബേബി ഹെയർസൊക്കെ വരാനും ഹെൽപ്പ് ചെയ്യും. അങ്ങനെ നമ്മുടെ ഇപ്പോഴുള്ള ഹെയർ നന്നായിട്ടിരിക്കാനും, കൂടാതെ ചിലപ്പോൾ നമുക്ക് നല്ല ഹെയർസും വരും. അതും നമ്മുടെ ഇതിന് നല്ലതാണ്. അപ്പം നമ്മളെല്ലാം നമ്മുടെ ഒരു ഡെയിലി റൂട്ടീനായിട്ട് കൊണ്ടുപോകണം. അതിലാണ് കാര്യം കേട്ടോ. ഹെയർ ആണെങ്കിലും നമുക്ക് തഴച്ച് വളരുമോ, പെട്ടെന്ന് അങ്ങനെ വളർന്നു എന്ന് 2 ദിവസം കൊണ്ടോ 3 ദിവസം കൊണ്ടോ അല്ലെങ്കിൽ 1 മാസം കൊണ്ടോ വളരും നല്ല. പക്ഷേ നമ്മുടെ ഹെയർ നഷ്ടപ്പെടാതെ നന്നായിട്ട് ക്ലിയർ ആക്കി വെക്കാൻ പറ്റും കേട്ടോ. ഇത് നന്നായിട്ട് കണ്ടോ, നല്ല ഫേസിന് നല്ല ഒരു ഗ്ലോ. പെട്ടെന്ന് തന്നെ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. നല്ല ഒരു വെളിയിൽ നല്ല മഴയാണ് കേട്ടോ. അപ്പം അങ്ങനെ നല്ലതായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. ശേഷം നമ്മളിവിടെ എടുത്തിരിക്കുന്നത്, ഞാനിതൊരു ഡെയിലി റൂട്ടീനായിട്ട് ചെയ്തതാണ് കേട്ടോ. ഇതിപ്പം ശേഷം നമ്മളെടുത്തിരിക്കുന്ന ഉലുവയാണ്. ഉലുവയുടെ എഗ് വൈറ്റാണ് ചേർക്കുന്നത്. പിന്നെ ഇതിൽ തന്നെ വൈറ്റമിൻ ഇ ഓയിലും ചേർക്കുന്നുണ്ട്. ഇത് നന്നായിട്ടൊരു സ്മൂത്തി പരുവത്തിൽ നമ്മൾ അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. നല്ല ഒരു ഹെയർ മാസ്കാണ്. ഇതിടുമ്പോൾ നമ്മുടെ താരനുണ്ടെങ്കിൽ പെട്ടെന്ന് പോകാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഇതിൽ വേണമെങ്കിൽ നമുക്ക് ലെമൺ ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യാം. ഞാനിതിപ്പോൾ ഫേസിൽ ഇത് അപ്ലൈ ചെയ്യുന്നുണ്ട്. കാരണം നമ്മളിവിടെ ഇട്ടിരിക്കുന്ന ലെമണൊന്നും നമ്മൾ ഇട്ടിട്ടില്ല. വൈറ്റമിൻ ഇയും പിന്നെ എഗ് വൈറ്റും ആണ്. നമ്മുടെ ഫേസിനും നല്ലതാണ്. അതുകൊണ്ടാണ് ഫേസിലും ഇട്ട് ഞാൻ കാണിക്കുന്നത്. അത് നല്ലൊരു മാസ്കാണ് കേട്ടോ. ഫേസും നല്ല ക്ലിയർ ആകാനെല്ലാം ഇത് ഹെൽപ്പ് ചെയ്യും. ഇത് നമ്മുടെ ഫേസിനും നല്ലൊരു മാസ്കാണ്. ഇത് നമുക്ക് സെപ്പറേറ്റ് വേണമെങ്കിലും ചെയ്യാവുന്നതാണ് കേട്ടോ. നമ്മൾ ശേഷം വരുന്നത് ബാക്കി നമ്മുടെ സ്കാൽപ്പിൽ അപ്ലൈ ആണ് ചെയ്യുന്നത്. നമുക്കിപ്പോൾ താരനൊക്കെ ഉണ്ടെങ്കിൽ നമ്മളൊരു ഓയിൽ മസാജ് ചെയ്തിട്ട് നമ്മൾ ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്താൽ നല്ലതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ തൈരോ അല്ലെങ്കിൽ ലെമണോ ആഡ് ചെയ്യാം. അതും നല്ലതാണ്. അല്ല, നല്ല ഡാൻഡ്രഫ് ഉള്ളവരാണെങ്കിൽ എന്തു തേച്ചിട്ടും നമുക്ക് ഡാൻഡ്രഫ് പോകുന്നില്ല, അങ്ങനെ ഉള്ളവരാണെങ്കിൽ നിങ്ങളൊരു ഡെർമറ്റോളജിസ്റ്റിനെ
കാണിക്കുന്നതാണ്, അല്ലെങ്കിൽ ഒരു സ്കിൻ സ്പെഷ്യലിസ്റ്റിനെ കാണിക്കുന്നതാണ് നല്ലത്. എന്നിട്ട് അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അത് ചെയ്യുക. കുറച്ച് കഴിയുമ്പോൾ അത് ക്ലിയർ ആവുന്നതാണ് കേട്ടോ. ഇതിപ്പോൾ ഞാൻ സ്കാൽപ്പിലൊക്കെ അപ്ലൈ ചെയ്യുന്നുണ്ട്. എനിക്ക് നല്ല താരൻ, എനിക്ക് ഒരു 5 കുറച്ച് ഇടയ്ക്കിടയ്ക്ക് പെട്ടെന്ന് താരൻ വരുന്നൊരു പ്രകൃതമാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഓയിൽ ചെയ്തിട്ട് ഓയിലിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഹെയറിൽ. ശേഷം നമ്മളിതെല്ലാ ഭാഗത്തും നന്നായിട്ട് അപ്ലൈ ചെയ്യണം. ഇതിട്ട് നമ്മൾ കഴുകി കളയുമ്പോൾ തന്നെ നല്ല ഒരു മാറ്റം നമുക്കപ്പം തന്നെ കാണാൻ പറ്റും കേട്ടോ. താരൻ നല്ല കുറയും, അതാണ് ഞാൻ പറയുന്നത്. താരനുള്ളവരൊക്കെ ആണെങ്കിൽ ഒന്ന് അപ്ലൈ ചെയ്ത് വെക്കൂ, എന്തായാലും നല്ല മാറ്റം വരും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീട്ടിൽ കാണാം. ബൈ.